10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര, സമാന്തര ശ്രേണിയും ബീജഗണിതവും. ഈ ചാപ്റ്ററിന്റെ ആദ്യത്തെ 63ാമത്തെ പേജ് വരെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഓൾറെഡി അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് പഠിച്ചല്ലേ? എന്തായിരുന്നു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി? ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്ത് സെയിം നമ്പർ കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്ത് പോകുന്ന ഒരു സീക്വൻസ് ആയിരുന്നു അല്ലേ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താ? ആ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപമാണ് പഠിക്കാനായിട്ടുള്ളത്. അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ആ ഒരു സീക്വൻസിന്റെ ഏതൊരു ടേമും കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള റൂളുകൾ അടങ്ങിയിരിക്കുന്ന ഒരു രൂപമാണ് എന്ത്? ഓൾജിബ്രിക് ഫോം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബീജഗണിത രൂപം എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോം അറിയാമെങ്കിൽ ആ സീക്വൻസിന്റെ ഏത് ടേം വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതായത് നമുക്കൊരു സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോം മാത്രമേ അറിയത്തുള്ളൂ എന്ന് വിചാരിക്കുക. നമ്മളോട് ഒരു 100ാമത്തെ ടേം കണ്ടുപിടിക്കാൻ പറയുകയാണെന്ന് വിചാരിക്കുക. ആ ഓൾജിബ്രിക് ഫോമിൽ നിന്ന് നമുക്ക് ഏത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? 100ാമത്തെ ടേം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. വേറെ ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ഏത് ടേം കണ്ടുപിടിക്കാനായിട്ട് പറ്റും? 100ാമത്തെ ടേം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതായത് നമുക്ക് തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ എല്ലാ പ്രത്യേകതകളും അടങ്ങുന്ന ഒരു ഫോമാണ് എന്ത്? ഓൾജിബ്രിക് ഫോം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബീജഗണിത രൂപം എന്ന് പറയുന്നത്. നമുക്ക് അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കിയാലോ? എക്സാമ്പിൾ ആയിട്ട് അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് എഴുതാം. ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം അല്ലെ? നമുക്ക് തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസ് ഏതാ? 12, 23, 34 എക്സെട്ര. ഇതാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസ്. ഇനി ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം കണ്ടുപിടിക്കാനായിട്ട് പോവാം. ഇതിനകത്ത് ഫസ്റ്റ് ടൈം നമുക്ക് ഏതാണെന്ന് അറിയാം അല്ലെ? ഏതാണ്? 12 അല്ലേ ഫസ്റ്റ് ടൈം. സെക്കൻഡ് ടൈമും തന്നിട്ടുണ്ട് 23, തേർഡ് ടൈമോ അത് 34 അല്ലെ? ഇനി നിങ്ങളോട് പറയുവാണ് ഫിഫ്ത് ടൈം കണ്ടുപിടിക്കുക. ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫിഫ്ത് ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഫിഫ്ത് ടൈം നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അരിത്തമെറ്റിക് സീക്വൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലെ? ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എത്രയാ? 23ൽ നിന്ന് 12 സബ്ട്രാക്ട് ചെയ്താൽ പോരെ? 23 മൈനസ് 12 എത്ര കിട്ടും? 11 കിട്ടും അല്ലെ? ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് 11 ആണ്. ഇനി ഫിഫ്ത് ടൈം കണ്ടുപിടിക്കത്തില്ലേ? പൊസിഷൻ ഡിഫറൻസ് എത്രയാണ്? ഫസ്റ്റ് ടൈമിൽ നിന്ന് ഫിഫ്ത് ടൈം കണ്ടുപിടിക്കുക അല്ലെ? ഫസ്റ്റ് ടൈമും ഫിഫ്ത് ടൈമും തമ്മിലുള്ള പൊസിഷൻ ഡിഫറൻസ് എത്രയാ? 5 മൈനസ് 1 അല്ലെ? ഫസ്റ്റ് ടൈമും ഫിഫ്ത് ടൈമും തമ്മിലുള്ള പൊസിഷൻ ഡിഫറൻസ് 5 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 അല്ലെ? അതായത് ഫസ്റ്റ് ടൈമിനോട് 4 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് കിട്ടും? ഫിഫ്ത് ടൈം കിട്ടും അല്ലെ? കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് നമുക്കറിയാം, അത് 11 ആണ്. അതായത് ഫസ്റ്റ് ടൈമിനോട് അതായത് 12നോട് എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? 4 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലെ? 4 കോമൺ ഡിഫറൻസ് എത്രയാ? 4 × 11 എത്ര കിട്ടും? 44 കിട്ടും അല്ലെ? അതായത് ഫിഫ്ത് ടൈം നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടൈമിന്റെ കൂടെ ഏത് ആഡ് ചെയ്യണം? 4 കോമൺ ഡിഫറൻസ് അതായത് 4 × 11 44 ആഡ് ചെയ്യണം അല്ലെ? എത്ര ആൻസർ കിട്ടും? 56 കിട്ടും അല്ലെ? 56. നമ്മുടെ ഫിഫ്ത് ടൈം ഏതാണ്? 56 അല്ലെ? 56. ഇനി നിങ്ങളോട് ചോദിക്കുവാണ് 10th ടൈം കണ്ടുപിടിക്കുക. ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ 10th ടൈം കണ്ടുപിടിക്കുക. അതും ഫസ്റ്റ് ടൈമിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കത്തില്ലേ? ആദ്യം എന്ത് കണ്ടുപിടിക്കണം? പൊസിഷൻ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലെ? ഫസ്റ്റ് ടൈമും 10th ടൈമും തമ്മിലുള്ള പൊസിഷൻ ഡിഫറൻസ് എത്രയാ? 10 മൈനസ് 1 ചെയ്താൽ പോരെ? ഏതൊക്കെ പൊസിഷനിലെ ടൈമാണ്? ഫസ്റ്റ് പൊസിഷനിലെ 10th പൊസിഷനിലെ ടൈമും അല്ലെ? അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് എത്രയാ? 10 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 അല്ലെ? ഫസ്റ്റ് ടൈമിൽ നിന്ന് 10th ടൈം കണ്ടുപിടിക്കാനായിട്ട് ആദ്യം പൊസിഷൻ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അത് നമുക്ക് 9 എന്ന് കിട്ടും അല്ലെ? അതായത് നമുക്ക് പറയാം ഫസ്റ്റ് ടൈമിനോട് 9 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 10th ടൈം കിട്ടും അല്ലെ? അങ്ങനെയാണെങ്കിൽ 9 കോമൺ ഡിഫറൻസ് എത്രയാ? കോമൺ ഡിഫറൻസ് 11 ആണ്. അങ്ങനെയാണെങ്കിൽ 9 കോമൺ ഡിഫറൻസോ? 9 × 11 എത്ര കിട്ടും? 99 കിട്ടും അല്ലെ? അതായത് 10th ടൈം കണ്ടുപിടിക്കാനായിട്ട് 10th ടൈം ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടൈമിന്റെ കൂടെ ഫസ്റ്റ് ടൈം 12 അല്ലേ? 12 പ്ലസ് 9 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലെ? 9 × 11 99 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 111 കിട്ടും അല്ലെ? അതായത് 10th ടൈം 111. നമ്മളിവിടെ കണ്ടുപിടിച്ചതെല്ലാം ഏത് ടൈമിൽ നിന്നാ? ഫസ്റ്റ് ടൈമിൽ നിന്നല്ലേ? ഫസ്റ്റ് ടൈമിൽ നിന്ന് ഫിഫ്ത് ടൈം കിട്ടാനായിട്ട് എന്ത് ചെയ്തു? 4 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തല്ലേ? ഫസ്റ്റ് ടൈമിന്റെ കൂടെ 4 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഫിഫ്ത് ടൈം കിട്ടി. ഇനി 10th ടൈം കണ്ടുപിടിക്കാനോ? ഫസ്റ്റ് ടൈമിന്റെ കൂടെ 9 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തല്ലേ? 10th ടൈം കണ്ടുപിടിക്കാൻ 9 കോമൺ ഡിഫറൻസ്.
ഫിഫ്ത്ത് ടൈം കണ്ടുപിടിക്കാൻ 4 കോമൺ ഡിഫറൻസ് ഇങ്ങനെയല്ലേ ആഡ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ജനറൽ ഫോമിലേക്ക് പോകാനായിട്ട് പോവുക. ജനറൽ ആയിട്ട് എന്ത് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലേക്ക് പോകാനായിട്ട് പോവുക. എന്ത് ടൈം കണ്ടുപിടിക്കാനായിട്ട് ചിലപ്പോൾ അത് 40ാമത്തെ ടൈം ആകാം, ചിലപ്പോൾ അത് 60ാമത്തെ ടൈം ആകാം, ചിലപ്പോൾ 100ാമത്തെ ടൈം ആകാം. എന്തും ആയിക്കോട്ടെ, ജനറൽ ആയിട്ട് ഒരു എന്ത് ടൈം കണ്ടുപിടിക്കുന്നത് എങ്ങനെ എന്ന് നോക്കാനായിട്ട് പോവുക. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഫിഫ്ത്ത് ടൈം കണ്ടുപിടിക്കാനായിട്ട് 4 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. 10th ടൈം കണ്ടുപിടിക്കാനായിട്ടോ 9 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ടൈം കണ്ടുപിടിക്കാനായിട്ടോ ഫസ്റ്റ് ടൈമും എന്ത് ടൈമും തമ്മിലുള്ള പൊസിഷൻ ഡിഫറൻസ് എത്രയാ? n-1 അല്ലേ? എന്ത് പൊസിഷനിൽ കിടക്കുന്ന ടൈം, അതായത് എന്ത് ടൈം അതും ഫസ്റ്റ് ടൈമും തമ്മിലുള്ള ഡിഫറൻസ് n-1 അല്ലേ? അപ്പോൾ ഇതിന്റെ പൊസിഷൻ ഡിഫറൻസ് n-1 ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടൈമിനോട് എന്ത് ആഡ് ചെയ്യണം? n-1 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണ്ടേ എന്ത് ടൈം കണ്ടുപിടിക്കാനായിട്ട്? നമുക്കതൊന്ന് എഴുതാം അല്ലെ. എന്ത് ടൈം ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടൈമിന്റെ കൂടെ, ഫസ്റ്റ് ടൈം ഏതാണ്? 12 അല്ലെ? 12ന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? n-1 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലെ? n-1 ഇൻറ്റു ഡി കോമൺ ഡിഫറൻസ്. അതായത് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ, ഏത് അരിത്തമെറ്റിക് സീക്വൻസിലെ? 12, 23, 34 എക്സെട്ര. ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതൊരു ടൈമും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടൈമിന്റെ കൂടെ n-1 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. അതിനകത്ത് n എന്ന് പറയുന്നത് ഏതായിരുന്നു? എത്രാമത്തെ ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ആ നമ്പർ ആണ് n. അപ്പോൾ ഫസ്റ്റ് ടൈമിന്റെ കൂടെ n-1 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതൊരു ടൈമും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഈ കിട്ടിയിരിക്കുന്ന ഈ ഇക്വേഷൻ ആണ് നമ്മുടെ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്ര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബീജഗണിതം എന്ന് പറയുന്നത്. ഈ ബ്രാക്കറ്റുകളെല്ലാം മാറ്റി ഇതിനെ കുറച്ച് സിമ്പിൾ ആയിട്ട് എഴുതാട്ടോ. എന്തായാലും നമ്മൾ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ ഇക്വേഷൻ ആണ് ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് ഇക്വേഷൻ, അല്ലെങ്കിൽ ബീജഗണിത സമവാക്യം എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഏത് ടൈം വേണേലും കണ്ടുപിടിക്കത്തില്ലേ? അതായത് ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ജനറൽ ഫോം ആണ് ഏത്? 12 പ്ലസ് n-1 ഇൻറ്റു ഡി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്തെന്ന് പറയാം? നമ്മുടെ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്ര എന്ന് പറയാം. ഈ ഇക്വേഷനകത്ത് ഈ ബ്രാക്കറ്റുകളെല്ലാം മാറ്റി നമുക്കൊന്ന് ജനറലൈസ് ചെയ്ത് എഴുതാം കേട്ടോ. ബ്രാക്കറ്റുകളെല്ലാം ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാ? ആദ്യത്തേത് ഇവിടെ നമുക്ക് ഈ എന്ത് ടൈം എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ? എന്ത് ടൈം എന്നുള്ളത് മാറ്റി നമുക്ക് വേറൊരു സിമ്പിൾ യൂസ് ചെയ്താലോ? ഫസ്റ്റ് ടൈമിന് നമുക്ക് എന്ത് പറയാം? അതിന് നമുക്ക് x1 എന്ന് വിളിക്കാം കേട്ടോ. x1 ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് x1. ഫസ്റ്റ് ടൈമിനെ f എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് x1 അല്ലെങ്കിൽ f എന്ന് സൂചിപ്പിക്കാം. സെക്കൻഡ് ടൈമോ? രണ്ടാമത്തെ ടൈം ആയതുകൊണ്ട് x2. മൂന്നാമത്തെ ടൈം x3. ഇത് ഫിഫ്ത്ത് ടൈം അല്ലായിരുന്നോ? അതുകൊണ്ട് നമുക്ക് എങ്ങനെ വിളിക്കാം? x5 എന്ന് വിളിക്കാം അല്ലെ? x5. ഇത് 10th ടൈം ആയിരുന്നു അല്ലെ? അതുകൊണ്ട് x10 എന്ന് വിളിക്കാം. x10. ഇനി നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഇക്വേഷൻ ഏത് ടൈമിന്റെയാ? എന്ത് ടൈമിന്റെ ആണല്ലേ? അതുകൊണ്ട് നമുക്ക് അതിനെ എങ്ങനെ വിളിക്കാം? xn എന്ന് വിളിക്കാം അല്ലെ? xn. അതായത് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ എന്ത് ടൈം, n എന്ന് പറയുന്നത് ഏത് സംഖ്യ വേണമെങ്കിലും ആകാട്ടോ. ചിലപ്പോൾ ഇത് 20ാമത്തെ ടൈം ആകാം, അപ്പൊ എങ്ങനെ വരും? x20 എന്ന് വരും അല്ലെ? 100ാമത്തെ ടൈം ആകാം, അപ്പൊ എങ്ങനെ വരും? x100 എന്ന് വരും. എങ്ങനെയായാലും എന്ത് ടൈം ആയതുകൊണ്ട് xn എന്ന് വിളിക്കാം. അതായത് എന്ത് ടൈമിനെ നമ്മൾ എങ്ങനെ സൂചിപ്പിച്ചിരിക്കുന്നത്? xn എന്നല്ലേ? xn ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇനി ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേ. ഇതിനകത്ത് d എന്ന് നമുക്കറിയാലോ. d എത്രയാണ്? 11 അല്ലേ? കോമൺ ഡിഫറൻസ് 11 അല്ലായിരുന്നോ? ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് 11 ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് d യുടെ സ്ഥാനത്ത് ഏത് എഴുതാം? 11 എന്ന് എഴുതാം അല്ലെ? അതായത് 12 പ്ലസ് n-1 ഇൻറ്റു 11 ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇനി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം അല്ലെ? അപ്പോൾ 12 പ്ലസ് 11 ഈ ബ്രാക്കറ്റിനുള്ളിൽ കയറ്റി മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? അതായത് n ഇൻറ്റു 11 എത്ര കിട്ടും? 11n. ഇത് മൈനസ് അല്ലേ? സോ മൈനസ് 1 ഇൻറ്റു 11 11. ഇനി സംഖ്യകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്തില്ലേ? 12 മൈനസ് 11 എത്ര വരും? 1 വരും അല്ലെ? അതായത് നമുക്ക് എങ്ങനെ കിട്ടും? xn ദാറ്റ് ഈസ് ഈക്വൽ ടു 11n 12 മൈനസ് 11 പ്ലസ് 1 എന്ന് കിട്ടും അല്ലെ? അതായത് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിന്റെ, ഏത് അരിത്തമെറ്റിക് സീക്വൻസിന്റെ? 12, 23, 34 എക്സെട്ര. ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ജനറൽ ഫോം ആണ് ഏത്? xn ഈക്വൽ ടു 11n പ്ലസ് 1 എന്ന് പറയുന്നത്.
അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് ഇക്വേഷൻ ആണ് അല്ലെങ്കിൽ ബീജഗണിത രൂപമാണ് ഏത് xn = 11n+1 എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ എല്ലാ ടേംസും കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിക്കേ. ഫസ്റ്റ് ടൈം കിട്ടുമോ നോക്കാം അല്ലെ. ഫസ്റ്റ് ടൈം ഓൾറെഡി നമുക്ക് അറിയാം, എങ്കിലും ഈ ഇക്വേഷൻ വെച്ചിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം അല്ലെ. അതായത് നമ്മൾ പറഞ്ഞു n എന്ന് പറയുന്നത് എന്താ, എത്രാമത്തെ ടേം ആണെന്ന് സൂചിപ്പിക്കുന്നത് അല്ലെ. n-ന് 1 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും, ഫസ്റ്റ് ടൈം കിട്ടത്തില്ലേ, അല്ലെങ്കിൽ x1 കിട്ടത്തില്ലേ. x1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഫസ്റ്റ് ടൈം അല്ലെ. അതായത് ഈ ഇക്വേഷനകത്ത് n-ന്റെ സ്ഥാനത്ത് എല്ലാം എത്ര കൊടുക്കണം, 1 കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫസ്റ്റ് ടൈം കിട്ടും. നമുക്കൊന്ന് നോക്കിയാലോ. x1 = 11 × n അല്ലെ. 11 × 1. n-ന്റെ സ്ഥാനത്ത് ഏതാ കൊടുക്കണ്ടേ, 1 കൊടുക്കണം അല്ലെ. 11 n എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ ഇൻറ്റു ഉണ്ടെന്ന് നിങ്ങൾ ഓർത്തോണം കേട്ടോ. അപ്പോൾ 11 × 1 + 1 എത്ര കിട്ടും, 11 × 1 11 + 1 12. ഫസ്റ്റ് ടൈം ഏതായിട്ട് കിട്ടും, 12 കിട്ടത്തില്ലേ. അത് തന്നെയല്ലായിരുന്നു നമ്മുടെ ഫസ്റ്റ് ടൈം. ഇനി സെക്കൻഡ് ടൈം ശരിയാണെന്ന് നോക്കാം അല്ലെ. x2 സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n-ന്റെ സ്ഥാനത്ത് 2 കൊടുക്കണം അല്ലെ. x2 അതായത് 11 × 2 കൊടുക്കണം അല്ലെ. 11 × 2 + 1 അതിലെ നമ്മുടെ ഇക്വേഷൻ 11n+1. 11 × 2 + 1 11 × 2 22 കിട്ടത്തില്ലേ. 22 + 1 23. അത് തന്നെയല്ലായിരുന്നു നമ്മുടെ സെക്കൻഡ് ടൈമും. ഇനി നമ്മുടെ 10th ടൈം കണ്ടുപിടിച്ച് ശരിയാണെന്ന് നോക്കാം അല്ലെ. അതായത് x10 അല്ലേ അത് 10th ടൈം. 11 × 10 ചെയ്യണം അല്ലെ. 11 × 10 + 1 11 × 10 + 1 എത്ര കിട്ടും, 11 × 10 110 കിട്ടും അല്ലെ. +1 111. അത് തന്നെയല്ലായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചതും. ഇനി നിങ്ങളോട് പറയാണ് ഒരു 20th ടൈം കണ്ടുപിടിക്കുക. നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കാം, n-ന്റെ സ്ഥാനത്ത് 20 കൊടുത്താൽ പോരെ. അതായത് x20 20th ടൈം. 11 × 20 ചെയ്യണം അല്ലെ. 11 × 20 + 1. ഇവിടെ നോക്കിക്കേ, 11n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, 11 × n എന്നാട്ടോ അതിന്റെ അർത്ഥം. അതായത് 11 × 20 ചെയ്യണം. സോ എത്ര കിട്ടും, 11 × 20 220 കിട്ടും അല്ലെ. 220 + 1 എത്ര കിട്ടും, 221 എന്ന് കിട്ടും. അതായത് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 20th ടൈം ഏതാണ്, 221 എന്ന് കിട്ടും അല്ലെ. അതായത് നമ്മളിപ്പോ ചെയ്തത് എന്താണ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് ഇക്വേഷൻ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ബീജഗണിത രൂപം കണ്ടുപിടിച്ചു. ആ ഓൾജിബ്രിക് ഫോം ഉപയോഗിച്ച് നമ്മുടെ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഏത് ടൈം വേണേലും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ആ അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതൊരു ടൈമും കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് ആ ഓൾജിബ്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഓൾജിബ്രിക് ഇക്വേഷൻ കണ്ടുപിടിച്ചത് എങ്ങനെയായിരുന്നു, ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടൈമിന്റെ കൂടെ n-1 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോഴല്ലേ കിട്ടിയത്. അങ്ങനെ ആഡ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഒരു ജനറൽ ഫോം ആയിട്ട് കിട്ടിയത് അല്ലെ. ഇനി അടുത്തതായിട്ട് ഈ അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഓൾജിബ്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ. ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ നിന്ന് ഡയറക്റ്റ് ഒറ്റ സ്റ്റെപ്പിൽ എന്ത് കണ്ടുപിടിക്കണം, ഓൾജിബ്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലെ. അതായത് ഇവിടെ എന്തൊക്കെയുണ്ട്, n-ന്റെ ഒരു കോഎഫിഷ്യന്റ് ഉണ്ട്, ഒരു കോൺസ്റ്റന്റ് ടൈമും ഉണ്ട് അല്ലെ. ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് ഇക്വേഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നാലും അതിന്റെ ഓൾജിബ്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റണം, ശരിയാണല്ലോ. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഓൾജിബ്രിക് ഇക്വേഷന് 2 ടേംസ് ഉണ്ട് അല്ലെ. ഒന്നൊരു n-ന്റെ ടൈമും ഉണ്ട്, ഒന്നൊരു കോൺസ്റ്റന്റ് ടൈമും ഉണ്ട്. നമുക്ക് ഈ n-ന്റെ കോഎഫിഷ്യന്റിനെ a എന്ന് വിളിക്കാം, കോൺസ്റ്റന്റ് ടൈമിനെ b എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും, xn n-ന്റെ കോഎഫിഷ്യന്റിനെ അല്ലെങ്കിൽ 11ന്റെ സ്ഥാനത്ത് കിടക്കുന്ന ഈ സംഖ്യേനെ ഞാൻ a ആയിട്ട് എടുത്തു. an then പ്ലസ് ഇവിടെ കോൺസ്റ്റന്റ് ടൈം അല്ലേ, അതിന് ഞാൻ b ആയിട്ട് എടുത്തു. b അതായത് നമ്മൾ ജനറൽ ഫോമിലേക്കാണ് പോകുന്നത്. നമ്മൾ ഈ കണ്ടുപിടിച്ചത് ഏത് അരിത്തമെറ്റിക് സീക്വൻസിന്റെ മാത്രമാണ്, 12 23 34 എക്സെട്ര ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ മാത്രമാണ് ഓൾജിബ്രിക് ഇക്വേഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. നമ്മുടെ ഉദ്ദേശം എന്താ, ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടിയാലും അതിന്റെ ജനറൽ ഫോം കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് xn xn എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടൈം nth ടൈം xn
എന്നിന്റെ കോഎഫിഷ്യന്റ് എ ആയിട്ട് എടുത്തു, കോൺസ്റ്റന്റ് ടൈം ബി ആയിട്ട് എടുത്തു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? എയും ബിയും കണ്ടുപിടിച്ചാൽ പോരെ. നമ്മുടെ ഈ ആദ്യത്തെ ഇക്വേഷനിലേക്ക് തന്നെ ഒന്ന് നോക്കിക്കേ. 11 അതെന്തായിരുന്നു? നമ്മുടെ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എത്രയായിരുന്നു? അത് 11 അല്ലായിരുന്നോ? നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? 11. അതായത് എന്നിന്റെ കോഎഫിഷ്യന്റ് അത് എപ്പോഴും ഏതായിരിക്കും? നമ്മുടെ കോമൺ ഡിഫറൻസ് ആയിരിക്കും. എന്നിന്റെ കോഎഫിഷ്യന്റ് കോമൺ ഡിഫറൻസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനായിട്ട് എയുടെ സ്ഥാനത്ത് ഏത് എഴുതിയാൽ മതി? ആ അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എഴുതിയാൽ മതി. എ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി. എയുടെ സ്ഥാനത്ത് ഏത് എഴുതിയാൽ മതി? കോമൺ ഡിഫറൻസ് എഴുതിയാൽ മതി. അടുത്തത് ബിയുടെ സ്ഥാനത്ത് ഏത് എഴുതാമെന്ന് നോക്കാം അല്ലെ. ഈ 1 എങ്ങനെയാ വന്നതെന്ന് നോക്കണം അല്ലെ. അതൊന്ന് തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിലേക്ക് നോക്കിക്കേ. 12 മൈനസ് 11 ചെയ്തപ്പോഴല്ലേ 1 കിട്ടിയത്. അതായത് 12 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഫസ്റ്റ് ടൈം അല്ലായിരുന്നോ? ഫസ്റ്റ് ടൈമിൽ നിന്ന് മൈനസ് 11 എന്തായിരുന്നു? അത് കോമൺ ഡിഫറൻസ് അല്ലായിരുന്നോ? ഫസ്റ്റ് ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്തപ്പോഴാണ് എന്ത് കിട്ടിയത്? 1 കിട്ടിയത് അല്ലെ. അതായത് ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസിന്റെയും ജനറൽ ഫോം എഴുതുമ്പോൾ ബി കണ്ടുപിടിക്കുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് ടൈമിൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്താൽ മതി. അതായത് ബി നമുക്ക് എങ്ങനെ കിട്ടും? ഫസ്റ്റ് ടൈമിൽ നിന്ന്, ഫസ്റ്റ് ടൈം എങ്ങനെ എഴുതാം? x1 എന്ന് എഴുതാം അല്ലെ. അല്ലെങ്കിൽ എഫ് എന്ന് എഴുതിയാലും അത് ഫസ്റ്റ് ടൈം തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് ടൈം എഫ് മൈനസ് എന്ത് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് ചെയ്താൽ മതി അല്ലെ. അതാണ് എന്ത്? ബിയുടെ സ്ഥാനത്ത് എഴുതേണ്ട സംഖ്യ. അതായത് ഇവിടെ നമുക്കൊരു ജനറൽ ഫോം കിട്ടി. എന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഓൾജിബ്രിക് ഇക്വേഷന്റെ ജനറൽ ഫോം xn ദാറ്റ് ഈസ് ഈക്വൽ ടു an പ്ലസ് ബി എന്നാണ്. എയുടെ സ്ഥാനത്തെ സംഖ്യ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എ എന്ന് പറയുന്നത് നമ്മുടെ കോമൺ ഡിഫറൻസ് തന്നെയാണ്, അല്ലെങ്കിൽ പൊതുവ്യത്യാസം തന്നെയാണ്. ബിയുടെ സ്ഥാനത്തെ സംഖ്യ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അത് ഫസ്റ്റ് ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്താൽ മതി. എഫ് മൈനസ് ഡി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ബി കിട്ടും അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൾജിബ്രിക് ഇക്വേഷൻ അല്ലെങ്കിൽ ബീജഗണിത രൂപം കണ്ടുപിടിച്ച് നോക്കിയാലോ. ഞാനൊരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാം. 6, 11, 16, 21 എക്സെട്ര. നമുക്ക് പരിചയമുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നെയാണ് അല്ലെ. ഇതിന്റെ ഓൾജിബ്രിക് ഇക്വേഷൻ എഴുതാനായിട്ട് പോവാം. അതിന്റെ ജനറൽ ഫോം എന്താണ്? ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസിന്റെയും ഓൾജിബ്രിക് ഇക്വേഷന്റെ ജനറൽ ഫോം xn ദാറ്റ് ഈസ് ഈക്വൽ ടു an പ്ലസ് ബി ആണ് അല്ലെ. ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എ കണ്ടുപിടിക്കണം അല്ലെ. എ എന്താണ്? നമ്മുടെ കോമൺ ഡിഫറൻസ് തന്നെയാണ് അല്ലെ. ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്താ? 11 മൈനസ് 6 ചെയ്താൽ പോരെ. അതായത് ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു 11 മൈനസ് 6 ദാറ്റ് ഈസ് ഈക്വൽ എത്ര കിട്ടും? 5 കിട്ടും അല്ലെ. അത് തന്നെയാണ് ഏതിന്റെ വാല്യൂ? എയുടെ വാല്യൂ അല്ലെ. എ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. ഇനി ഒന്ന് കണ്ടുപിടിക്കണം? ബി കണ്ടുപിടിക്കണം അല്ലെ. ബി ദാറ്റ് ഈസ് ഈക്വൽ ടു ബി എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞത്? ഫസ്റ്റ് ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഫസ്റ്റ് ടൈം ഏതാ? 6 അല്ലെ. 6 മൈനസ് കോമൺ ഡിഫറൻസ് എത്രയാ? 5 അല്ലായിരുന്നു നമ്മുടെ കോമൺ ഡിഫറൻസ്. 6 മൈനസ് 5 ദാറ്റ് ഈസ് ഈക്വൽ എത്ര കിട്ടും? 1 കിട്ടും. അതായത് 6, 11, 16 എക്സെട്ര ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് ഇക്വേഷൻ അല്ലെങ്കിൽ ബീജഗണിത രൂപം എങ്ങനെ എഴുതാം? xn ദാറ്റ് ഈസ് ഈക്വൽ ടു എയുടെ സ്ഥാനത്ത് 5 അല്ലെ. 5n പ്ലസ് ബിയുടെ സ്ഥാനത്ത് 1 അല്ലായിരുന്നോ? 5n പ്ലസ് 1. അതായത് 6, 11, 16 എക്സെട്ര ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് ഇക്വേഷൻ എന്താണ്? 5n പ്ലസ് 1. അതായത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ദ ഓൾജിബ്രിക് ഫോം ഓഫ് എനി അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് xn ദാറ്റ് ഈസ് ഈക്വൽ ടു an പ്ലസ് b വേർ a and b ആർ സ്പെസിഫിക് നമ്പേഴ്സ്. ഏത് സമാന്തര ശ്രേണിയുടെയും ബീജഗണിത രൂപം എന്താണ്? xn ദാറ്റ് ഈസ് ഈക്വൽ ടു an പ്ലസ് b ആണ്. അതിനകത്ത് എയും ബിയും എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ. എന്തായിരുന്നു എ? കോമൺ ഡിഫറൻസ് തന്നെയാണ് എ. ബിയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അതെന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടൈമിൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലെ. ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എഫ് മൈനസ് ഡി ചെയ്താൽ മതി. അടുത്ത നമുക്കൊരു ചോദ്യം തന്നിട്ടുണ്ട്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോം അല്ലെങ്കിൽ ജനറൽ ഫോം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 1/4, 3/4, 1 and 1/4, 1 and 3/4 എക്സെട്ര. ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസ്. ഇതിന് എന്ത് കണ്ടുപിടിക്കണം? ഓൾജിബ്രിക് ഫോം കണ്ടുപിടിക്കണം അല്ലെ. അല്ലെങ്കിൽ ബീജഗണിത രൂപം കണ്ടുപിടിക്കണം. അപ്പോൾ ബീജഗണിത രൂപം കണ്ടുപിടിക്കാനായിട്ട് എന്തൊക്കെ വേണം? ഫസ്റ്റ് ടൈമും വേണം, കോമൺ ഡിഫറൻസും വേണം. ഇത് രണ്ട് മാത്രം മതി നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട്? ഓൾജിബ്രിക് ഫോം കണ്ടുപിടിക്കാനായിട്ട്. ഇതിനകത്ത് ഫസ്റ്റ് ടൈം ഏതാണെന്ന് നമുക്കറിയാം അല്ലെ.
ഫസ്റ്റ് ടൈം x1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4. ഇനി എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലെ? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം എങ്ങനെയാ? ഒരു ടൈമിൽ നിന്ന് തൊട്ട് പുറകിലെ ടൈം സബ്ട്രാക്ട് ചെയ്താൽ പോരെ? കോമൺ ഡിഫറൻസ് d ദാറ്റ് ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം സബ്ട്രാക്ട് ചെയ്യുക അല്ലെ? അതായത് 3/4 മൈനസ് 1/4 ദാറ്റ് ഈസ് ഈക്വൽ എത്ര വരും? ഡിനോമിനേറ്റേഴ്സ് സെയിം ആ, അതുകൊണ്ട് ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്താൽ പോരെ? 3 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 അല്ലെ? 2 ഡിവൈഡ് ബൈ 4. അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തേ. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യത്തില്ലേ? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം അല്ലെ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. അതായത് കോമൺ ഡിഫറൻസ് 1/2 ആയിട്ട് കിട്ടും. ഇനി ഇതിന്റെ ഓൾജിബ്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം അല്ലെ? ജനറൽ ഫോം എന്തായിരുന്നു? xn ദാറ്റ് ഈസ് ഈക്വൽ ടു an പ്ലസ് b ദാറ്റ് ഈസ് ഈക്വൽ ടു a എത്രയാ? a എന്തായിരുന്നു? കോമൺ ഡിഫറൻസ് അല്ലായിരുന്നോ? അതായത് 1/2 അല്ലെ? 1/2 n പ്ലസ് b എത്രയാണ്? b എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്താൽ പോരെ? ഇപ്പോൾ ഫസ്റ്റ് ടൈം 1/4 അല്ലെ? 1/4 മൈനസ് കോമൺ ഡിഫറൻസ് 1/2 അല്ലെ? 1/2. അതായത് b കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്താൽ മതി. എങ്ങനെയാ സബ്ട്രാക്ട് ചെയ്യുന്നത്? നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം അല്ലെ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 into 2 അല്ലെ? 2 മൈനസ് ആണല്ലോ, മൈനസ് 4 into 1 4 കിട്ടും അല്ലെ? 4 ഡിവൈഡഡ് ബൈ 4 into 2 8 കിട്ടും അല്ലെ? 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മൈനസ് 4 എത്രയാ? -2 കിട്ടും. -2 ഡിവൈഡ് ബൈ 8. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്തേ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 കൊണ്ട് ക്യാൻസൽ ചെയ്തില്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? -1/4 കിട്ടും അല്ലെ? -1/4. അതായത് ബിയുടെ വാല്യൂ എന്തായിട്ട് കിട്ടി? -1/4 കിട്ടും അല്ലെ? -1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു പ്ലസും മൈനസും കൂടെ വന്നല്ലോ. അതായത് ഈ പ്ലസിന്റെ ആവശ്യം ഉണ്ടോ ഇവിടെ? 1/4ന്റെ സൈൻ മൈനസ് ആയിട്ട് എഴുതാം അല്ലെ? സോ 1/2 n മൈനസ് 1/4 എന്ന് കിട്ടും. അതായത് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് ഏത് അരിത്തമെറ്റിക് സീക്വൻസ്? 1/4 3/4 1 and 1/4 എക്സെട്ര. ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് ഇക്വേഷൻ ഏതാണ്? xn ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 n മൈനസ് 1/4. അടുത്തതൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. കൺസിഡർ ദ അരിത്തമെറ്റിക് സീക്വൻസ് ഗോട്ട് ബൈ സ്റ്റാർട്ടിംഗ് വിത്ത് 1/2 ആൻഡ് സക്സസീവ്ലി ആഡിങ് 1/3. 1/2 നിന്ന് തുടങ്ങി തുടർച്ചയായി 1/3 കൂട്ടി കിട്ടുന്ന സമാന്തര ശ്രേണി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതിന്റെ ഓൾജിബ്രിക് ഇക്വേഷൻ അല്ലെങ്കിൽ ബീജഗണിത രൂപം കണ്ടുപിടിക്കണം. അതിനുശേഷം അതിന്റെ ഒരു പ്രത്യേകതയും കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് ഓൾജിബ്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കാം അല്ലെ? ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസിന്റെയും ഓൾജിബ്രിക് ഫോമിന്റെ ജനറൽ ഫോം എന്താ? xn ദാറ്റ് ഈസ് ഈക്വൽ ടു an പ്ലസ് b അല്ലെ? അപ്പൊ ഇതിനകത്ത് ആദ്യം ബിയും കണ്ടുപിടിക്കണം, എയും കണ്ടുപിടിക്കണം. എന്തായിരുന്നു എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോമൺ ഡിഫറൻസ് തന്നെയായിരുന്നു അല്ലെ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് എത്രയാണ്? ഒരു ടേമിൽ നിന്ന് തൊട്ട് പുറകിലെ ടൈം സബ്ട്രാക്ട് ചെയ്യണം അല്ലെ? അതായത് ഇവിടെ ഞാൻ മൂന്നാമത്തെ ടേമിൽ നിന്ന് സെക്കൻഡ് ടൈം സബ്ട്രാക്ട് ചെയ്യാനായിട്ട് പോവാം. 7/6 മൈനസ് 5/6. രണ്ടിന്റെ ഡിനോമിനേറ്റർ 6 ആയതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടൈം സബ്ട്രാക്ട് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ എത്ര കിട്ടും? ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലെ? അതുകൊണ്ട് ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്താൽ മതി. 7 മൈനസ് 5 2 2/6. അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിക്കേ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തില്ലേ? ന്യൂമറേറ്റർ അപ്പൊ എത്ര വരും? 1 വരും അല്ലെ? 1/3 എന്ന് കിട്ടും. നമ്മുടെ കോമൺ ഡിഫറൻസ് 1/3 എന്ന് കിട്ടും. ഇനി ഒന്ന് കണ്ടുപിടിക്കണം, ബി കണ്ടുപിടിക്കണം അല്ലെ? ബി ദാറ്റ് ഈസ് ഈക്വൽ ടു ബി എങ്ങനെ കണ്ടുപിടിക്കുന്നത് പറഞ്ഞേ? ഫസ്റ്റ് ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യണം. ഫസ്റ്റ് ടൈം എത്രയാണ്? 1/2 അല്ലെ? മൈനസ് കോമൺ ഡിഫറൻസ് 1/3 എത്ര കിട്ടും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? 1 into 3 3 then മൈനസ് ആണ് അല്ലെ? മൈനസ് 1 into 2 2 ഡിവൈഡഡ് ബൈ 2 into 3 6 ദാറ്റ് ഈസ് ഈക്വൽ എത്ര കിട്ടും? 3 minus 2 1 1/6 എന്ന് കിട്ടും. അതായത് നമ്മുടെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെ വരും? xn ദാറ്റ് ഈസ് ഈക്വൽ ടു an എയുടെ സ്ഥാനത്ത് എത്രയാണ്? 1/3 അല്ലെ? 1/3 n then പ്ലസ് b അല്ലെ? പ്ലസ് b എത്രയാ? 1/6 1/6. അതായത് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് 1/2 5/6 7/6 എക്സെട്ര. ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഏതാണ്? xn ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 n പ്ലസ് 1/6. ഇനി അടുത്തത് ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ
നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണസംഖ്യകൾ വരുന്നുണ്ടെന്ന് എങ്ങനെ അറിയുന്നത്? നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞേക്കുവാണ്. ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ എവിടെയെങ്കിലും നാച്ചുറൽ നമ്പേഴ്സ് വരുന്നുണ്ടോ? നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? അതിനുവേണ്ടി ഈ ടേംസ് ഒന്ന് ആഡ് ചെയ്തേ. നമുക്ക് എങ്ങനെ കിട്ടും? രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആക്കണം അല്ലെ? ഡിനോമിനേറ്റർ 6 ആക്കിക്കേ. അപ്പോൾ എന്ത് കിട്ടും? 1/3 എന്തായിട്ട് മാറും? 2/6 ആകത്തില്ലേ? ഡിനോമിനേറ്റർ 6 ആക്കാനായിട്ട് 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ട് ന്യൂമറേറ്ററിനെ 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? 2/6 കിട്ടും അല്ലെ? 2/6n പ്ലസ് 1/6. ഇപ്പൊ നോക്കിക്കേ, ഇവിടെ ഡിനോമിനേറ്റർ സെയിം അല്ലേ? അതുകൊണ്ട് ആഡ് ചെയ്യാനായിട്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മതി അല്ലെ? 2n + 1 ഡിവൈഡഡ് ബൈ 6. അതായത് നമ്മുടെ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ നമ്മൾ എന്തായിട്ട് മാറ്റി? xn = 2n + 1 ഡിവൈഡ് ബൈ 6 ആക്കി മാറ്റി അല്ലെ? ഇത് ഈ ആദ്യത്തെ എക്സ്പ്രഷൻ തന്നെയാട്ടോ, ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഈ എക്സ്പ്രഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണസംഖ്യകൾ വരുമോ? ന്യൂമറേറ്റർ എന്താ? അതൊരു ഓഡ് നമ്പർ ആണ് അല്ലെ? 2n + 1 അതൊരു ഓഡ് നമ്പർ ആണ്. ഡിനോമിനേറ്ററോ അതൊരു ഈവൻ നമ്പർ അല്ലേ? 6 എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പർ ആണ്. ഒരു ഓഡ് നമ്പറിനെ ഈവൻ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു നാച്ചുറൽ നമ്പർ ആൻസർ കിട്ടുമോ? നാച്ചുറൽ നമ്പർ ആൻസർ കിട്ടത്തില്ല അല്ലേ? നോട്ട് എ നാച്ചുറൽ നമ്പർ. അതായത് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിലെ എല്ലാ ടേംസും ഏത് ഫോമിലായിരിക്കണം? നമ്മുടെ ഓൾജിബ്രിക് എക്സ്പ്രഷന്റെ ഫോമിലായിരിക്കണം അല്ലെ? പക്ഷെ നമുക്കറിയാം ഈ ഫോമിലുള്ള അല്ലെങ്കിൽ ഈ ഓൾജിബ്രിക് എക്സ്പ്രഷനുള്ള ഒരു ടേമും എന്താകത്തില്ല? നാച്ചുറൽ നമ്പർ ആകത്തില്ല. കാരണം എന്നാ? ആ ഓൾജിബ്രിക് എക്സ്പ്രഷന്റെ ന്യൂമറേറ്റർ ഓഡ് നമ്പറും ഡിനോമിനേറ്റർ ഈവൻ നമ്പറുമാണ്. ഒരു ഓഡ് നമ്പറിനെ ഈവൻ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരിക്കലും ഒരു പൂർണ്ണസംഖ്യ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ നമ്പർ കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടാകത്തില്ല. അതായത് ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തുകൂടെ മനസ്സിലാക്കാം? ആ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ പ്രത്യേകതയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്ത മറ്റൊരു എക്സാമ്പിൾ. Look at the sequence got by starting with 1/2 and repeatedly adding 1/4. 1/2 ൽ തുടങ്ങി 1/4 വീതം കൂട്ടുന്ന സമാന്തര ശ്രേണി. അപ്പൊ ഇവിടെ ആദ്യം എന്താ കണ്ടുപിടിക്കണം? ഓൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത രൂപം കണ്ടുപിടിക്കണം അല്ലെ? ജനറൽ ഫോം എന്താണ്? xn = an + b. ഫസ്റ്റ് എന്താ കണ്ടുപിടിക്കണം? a കണ്ടുപിടിക്കണം, b കണ്ടുപിടിക്കണം. അതായത് a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? കോമൺ ഡിഫറൻസ് തന്നെയാണ് അല്ലെ? അല്ലെങ്കിൽ പൊതുവ്യത്യാസം തന്നെയാണ്. കോമൺ ഡിഫറൻസ് എത്രയാണ്? 1/4 റിപ്പീറ്റ്ലി ആഡ് ചെയ്യുന്ന അരിത്തമെറ്റിക് സീക്വൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? കണ്ടിന്യൂസ് ആയിട്ട് കൂട്ടി വരുന്ന സംഖ്യ ഏതാണ്? 1/4. അതായത് നമ്മുടെ കോമൺ ഡിഫറൻസ് എത്രയാ? 1/4 അല്ലെ? 1/4. അടുത്തതിന് b കണ്ടുപിടിക്കണം. b എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യണം. ഫസ്റ്റ് ടേം ഏതാണ്? 1/2. അതായത് 1/2 മൈനസ് 1/4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × 4 മൈനസ് ആണ് അല്ലെ? മൈനസ് 2 × 1 2 ഡിവൈഡഡ് ബൈ 2 × 4 8. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 - 2 2 കിട്ടും അല്ലെ? 2/8. ദാറ്റ് ഈസ് ഈക്വൽ എത്ര കിട്ടും? 2ഉം 8ഉം തമ്മിൽ ക്യാൻസൽ ആകത്തില്ലേ? എത്ര കിട്ടും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? എത്ര കിട്ടും? 1/4. ബി എത്രയായിട്ട് കിട്ടും? 1/4 ആയിട്ട് കിട്ടും അല്ലെ? അതായത് നമ്മുടെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്തെന്ന് കിട്ടും? xn = എയുടെ സ്ഥാനത്ത് 1/4 1/4n പ്ലസ് ബിയുടെ സ്ഥാനത്ത് ഏത് തന്നെയാണ്? 1/4 1/4. ഇപ്പൊ നമ്മുടെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കിട്ടി അല്ലെ? എന്താണ്? xn = 1/4n പ്ലസ് 1/4 എന്ന് കിട്ടും. ഇനി ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ നാച്ചുറൽ നമ്പേഴ്സ് വരുന്നുണ്ടോ? എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം അല്ലെ? അതായത് xn = 1/4n പ്ലസ് 1/4 അല്ലേ? ഇത് ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലെ? അപ്പൊ എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്താൽ മതി. 1 × n എത്രയാ? n അല്ലെ? n + 1 ഡിവൈഡഡ് ബൈ 4. അതായത് ഓൾജിബ്രിക് എക്സ്പ്രഷൻ നമുക്ക് എന്ത് കിട്ടി? xn = n + 1 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്തായാലും ചെക്ക് ചെയ്യേണ്ടത്? ഇതിനകത്ത് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണസംഖ്യകൾ വരുമെന്ന് നോക്കണം അല്ലെ? ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ? n ആയിട്ട് ഏത് സംഖ്യ വേണേലും എടുക്കാന്നല്ലേ? നമുക്കിപ്പോ 10ാമത്തെ ടേം കണ്ടുപിടിക്കണം. അപ്പൊ n ആയിട്ട് ഏതെടുക്കണം? 10 എടുക്കണം അല്ലെ? അങ്ങനെ ഏതെങ്കിലുമൊക്കെ ടേംസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് വരുമെന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് നാച്ചുറൽ നമ്പർ ഏതാ? 1 അല്ലെ? 1 കിട്ടാനായിട്ട് n ഏത് നമ്പർ കൊടുക്കേണ്ട വരുമായിരിക്കും? n 3 കൊടുത്ത് നോക്കിക്കേ. x 3 കണ്ടുപിടിച്ച് നോക്കിക്കേ.
അതായത് എന്നിന്റെ സ്ഥാനത്ത് 3 വരില്ലേ? 3 + 1 ഡിവൈഡഡ് ബൈ 4. 3 + 1 എത്രയാ? 4 അല്ലേ? 4 ഡിവൈഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അതായത് ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ തേർഡ് ടൈം എത്രയാണ്? 1 ആണ്. ഇനി 2 കിട്ടാനായിട്ട് എന്നിന് ഏത് വാല്യൂ കൊടുക്കണം? 2 കിട്ടുന്നത് എപ്പോഴാ? 8/4 വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 2 കിട്ടുള്ളൂ. എന്നിനപ്പൊ 7 കൊടുത്താൽ മതി അല്ലേ? 7 + 1 8. 8/4 2 അല്ലേ? അതായത് x7 കണ്ടുപിടിക്കുക. x7 കണ്ടുപിടിച്ചാൽ 7 + 1 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 8/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും അല്ലേ? അതായത് x7 കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയാണ്? 2. ഇനി 3 കിട്ടുമോ നോക്കിക്കേ. 12 ഡിവൈഡ് ബൈ 4 അല്ലേ 3? അതായത് എന്നിന്റെ സ്ഥാനത്ത് 11 കൊടുത്താൽ മതി അല്ലേ? x11 ദാറ്റ് ഈസ് ഈക്വൽ ടു 11 + 1 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 കിട്ടും അല്ലേ? അതായത് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 11ാമത്തെ ടൈം എത്രയാണ്? 3 ആണ് അല്ലേ? അതായത് നമുക്ക് കിട്ടി ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ, ഈ ഓൾജിബ്രിക് എക്സ്പ്രഷനുള്ള ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ എല്ലാ എണ്ണസംഖ്യകളും ഓരോ ടേമുകളായിട്ട് വരും. ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആർ ടേംസ്. ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഓരോ ടേംസ് ആയിട്ട് വരും. അപ്പോൾ ഈ പോർഷനിൽ നമ്മൾ പഠിച്ചത് എന്താ? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനാണ് പഠിച്ചത്. ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഏത് ടൈം വേണേലും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? അതിന്റെ ജനറൽ ഫോം xn = an + b എന്നാണ്. a എന്ന് പറഞ്ഞാൽ നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് തന്നെയാണ്. b ഫസ്റ്റ് ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യുന്നതാണ് b.